ഷൈൻ എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഹോണ്ടയുടെ ഷൈനാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണ്ട ഷൈൻ അത്രയ്ക്ക് പോപ്പുലറാണ്. ഏതൊരു സാധാരണക്കാരൻ്റെയും ഇഷ്ടവാഹനങ്ങളിലൊന്നാണ് ഹോണ്ട ഷൈൻ. ആ ഹോണ്ട ഷൈനിനെ ഒരു കുഞ്ഞൻ മോഡലുമായിട്ട് ഏതൊരു സാധാരണക്കാരനിലേക്കും എത്തുന്ന രീതിയിൽ 100 cc സെഗ്മെൻറ്റിൽ, ഹോണ്ടയ്ക്ക് ഇതുവരെ 100 cc സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, ആ 100 cc സെഗ്മെൻറ്റിലേക്ക് കടുത്ത മത്സരവുമായിട്ട് ഹോണ്ട പുതിയൊരു കുഞ്ഞൻ ഷൈനുമായിട്ട് എത്തിയിട്ടുണ്ട്. കുഞ്ഞൻ എന്ന് പറയാനില്ല, ഒരു ഷൈൻ 100 cc എഞ്ചിനിൽ മൈലേജ് ലഭിക്കുന്ന ഒരു ഷൈനുമായിട്ട് എത്തിയിട്ടുണ്ട്. അതാണ് ഹോണ്ടയുടെ ഏറ്റവും പുതുപുത്തൻ ഷൈൻ 100 എന്ന വാഹനം. നമ്മൾക്കൊന്ന് കണ്ടാലോ ആ ഷൈൻ 100നെ. ഷൈൻ 100 എന്ന വാഹനം ഹോണ്ട സ്വപ്നം കണ്ടപ്പോൾ തന്നെ ഏതൊരു സാധാരണക്കാരനിലേക്കും എത്തിപ്പെടുക എന്നതായിരുന്നു അതിൻ്റെ മോട്ടോ. കാരണം നിങ്ങൾക്കറിയാം, ഹോണ്ടയുടെ വാഹനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരൻ മുതൽ ബൈക്ക് എന്തൂസിയാസ്റ്റുകൾ യൂസ് ചെയ്യുന്ന വാഹനം വരെ ഹോണ്ടയ്ക്കുണ്ട്. ഇപ്പോൾ അതിൽ ഒരു പൊൻതൂവൽ കൂടിയാണ് എത്തിയിരിക്കുന്നത്. അതായത് 66,000 രൂപ എക്സ് ഷോറൂമിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 ലക്ഷവും 10 ലക്ഷവും വില വരുന്ന വാഹനങ്ങൾ വരെ ഹോണ്ടയ്ക്കുണ്ട്. അതിൽ ഏതൊരു സാധാരണക്കാരനും വേണ്ടിയാണ് ഹോണ്ട ഷൈൻ 100 ഇറക്കിയിട്ടുള്ളത്. ഈ വാഹനം എന്ന് പറയുന്നത് ഹോണ്ട സ്വപ്നം കാണുന്നത് എങ്ങനെയാണ്, ഏത് ഫാമിലിക്കും അനുയോജ്യമായൊരു വാഹനമായിരിക്കണം ഷൈൻ 100. അതുപോലെ തന്നെ ഏത് സാധാരണക്കാരനും എത്ര ലോഡും അതിൽ വെച്ചിട്ട് ആ വാഹനത്തിൻ്റെതായ കപ്പാസിറ്റിയിൽ വെച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിരിക്കണം ഷൈൻ 100. അതുപോലെ തന്നെ ഒരു ഫാമിലിയിൽ, ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമായിരിക്കണം ഷൈൻ 100. അതുപോലെ തന്നെ ഏത് റോഡുകളും അനായാസം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റണം. നല്ല റോഡുകളാണെങ്കിലും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണെങ്കിലും ഏത് റോഡുകളിലും അനായാസം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിരിക്കണം ഷൈൻ 100. ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ഷൈൻ 100 എന്ന വാഹനം. ഷൈൻ 100ൻ്റെ ഫ്രണ്ട് ലുക്ക് വരുമ്പോൾ മറ്റ് പഴയ ഷൈനിൽ നിന്നും, ഷൈൻ 125ൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കാണ് ഷൈൻ 100ന് ഹോണ്ട നൽകിയിട്ടുള്ളത്. അത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്മാർട്ട് അപ്പിയറിംഗ് കൗൾ എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഷൈൻ്റെ ഫ്രണ്ട് കൗളിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അവിടെ നിന്നും 2 അടിപൊളിയായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഹോണ്ട ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും അടിയിലേക്ക് വരികയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു മഡ് ഗാർഡാണ് ഹോണ്ട ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് വാഹനത്തിൻ്റെ ലുക്കിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ടയറുകളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ടയർ വളരെയധികം റോഡ് ഗ്രിപ്പ് നൽകുന്ന ഒരു ടയറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അലോയ് വീല് വളരെയധികം ഭംഗിയുള്ള ഹോണ്ടയുടെ സ്ഥിരം സ്റ്റൈലിലുള്ള ഒരു അലോയ് വീല് തന്നെയാണ് ഇതിലും ഹോണ്ട സമ്മാനിച്ചിട്ടുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ സേഫ്റ്റി ടെക്നോളജികളൊന്നായ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം അതും ഷൈനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് മികച്ച ഗ്രിപ്പിങ്ങിനും അതുപോലെ തന്നെ മികച്ച റൈഡുകളും ഈ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം നമുക്ക് പ്രദാനം ചെയ്യും. ഏതൊരു ഇരുചക്ര വാഹനവും, പ്രത്യേകിച്ച് ബൈക്കുകളുടെ ആകർഷണീയത എന്ന് പറയുന്നത് ആ ബൈക്കിൻ്റെ ടാങ്കുകളാണ്. ഹോണ്ട ഷൈനിൻ്റെ ഡിസൈനിൽ, ഷൈൻ 100ൻ്റെ ഡിസൈനിൽ ആ ടാങ്കിൻ്റെ ഘടകം എന്ന് പറയുന്നത് വളരെ വലിയൊരു ഘടകമാണ്. അത്യാവശ്യം നല്ല ലുക്കായിട്ടുള്ള ഗ്രാഫിക്സോട് കൂടി വന്നിട്ടുള്ള ഈ ടാങ്കും അതുപോലെ തന്നെ ഈ ഷൈനിന് ഭയങ്കര അടിപൊളി ഒരു ലുക്ക് നൽകുന്നുണ്ട്. വലിയ ഹെവി ലുക്കുകളല്ല, ഏതൊരു സാധാരണക്കാരനും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ് ഷൈനിന് ഈ ടാങ്ക് സമ്മാനിച്ചിട്ടുള്ളത്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകമാണ് അതിൻ്റെ സീറ്റിംഗ് എന്ന് പറയുന്നത്. ഷൈൻ്റെ സീറ്റ് വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞൊരു സീറ്റാണ്. അത്യാവശ്യം നല്ല നീളമുള്ള, 2 പേർക്ക് സുഖകരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന, അത്യാവശ്യം നല്ല കുഷനിങ്ങിനോട് ചേർന്നിട്ടുള്ള ഒരു സീറ്റാണ് ഷൈൻ 100ൽ ഹോണ്ട അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അടുത്ത ഒരു ഘടകത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രെയിമുകളെ പറ്റിയാണ് പറയേണ്ടത്. വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഡയമണ്ട് ഫ്രെയിം എന്നാണ് ഹോണ്ട ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വണ്ടിക്ക് നല്ല ദൃഢതയും നല്ല ഉറപ്പും തരുന്ന ഒരു ഫ്രെയിം ആയിരിക്കും അത്. ഹോണ്ട പറയുന്നത് ഈ വാഹനം ആൾക്കാരെ വെക്കുന്നത് പോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ലോഡും കയറ്റാൻ സാധിക്കണം എന്നുള്ള ഒരു സ്വപ്നത്തോടു കൂടിയാണ് ഹോണ്ട ഷൈൻ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട അടുത്ത ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 166 mm ആണ്. അത് ഏത് റോഡിലൂടെയും അതുപോലെ തന്നെ ഏത് കുണ്ടും കുഴിയിലൂടെയും ഒക്കെ ചാടി കയറി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നീട് ഇതിൻ്റെ വീൽ ബേസിലേക്ക് വരികയാണെങ്കിൽ 1245 ഇതിൻ്റെ വീൽ ബേസ്. അതും നമുക്ക് ഒരു സുഖകരമായ യാത്ര പ്രദാനം ചെയ്യുന്ന വീൽ ബേസ് തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 100നെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ ആദ്യമേ പറഞ്ഞു, ഹോണ്ടയുടെ ഏറ്റവും പുതിയ 100 cc സെഗ്മെന്റിലുള്ള ഒരു എഞ്ചിനാണ് ഷൈൻ 100ൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഈ എഞ്ചിൻ മികച്ച മൈലേജും അതുപോലെ തന്നെ മികച്ച പവറും പ്രദാനം ചെയ്യുന്ന ഒരു BS6 OBD2 എഞ്ചിനാണ് ഹോണ്ട ഷൈനിൽ വന്നിട്ടുള്ളത്.
ഈ വാഹനം കൊണ്ട് തന്നെ മികച്ച മൈലേജ് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഒത്തിരിയേറെ അഡ്വാൻസ്ഡ് ടെക്നോളജി, ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ആണെങ്കിൽ പോലും 6 മാസത്തിൽ ഒരിക്കലാണ് കമ്പനി ചേഞ്ചിൻ്റെ കാര്യം കമ്പനി പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഞ്ചിൻ്റെ ഡ്യൂറബിലിറ്റിയും അതുപോലെ തന്നെ സർവീസ് കോസ്റ്റ് കുറയ്ക്കുന്നതിനുമാണ് കാണിക്കുന്നത്. ഇത് ഏതൊരു സാധാരണക്കാരനെയും കോട്ടബിൾ ആകുന്നതിന് വേണ്ടിയാണ് ഹോണ്ട ഇങ്ങനെ സിസിയിൽ വളരെ മെയിൻ്റനൻസ് കുറഞ്ഞ ഒരു എഞ്ചിനാണ് എന്ന് തന്നെ നമുക്ക് ഇതിൽ പറയുവാൻ സാധിക്കും. പിന്നീട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീ ഗ്രിപ്പാണ്, അതായത് നമ്മുടെ ഫൂട്ട് റെസ്റ്റ്. വളരെ വലിയൊരു ഫൂട്ട് റെസ്റ്റ് ആണ് ഹോണ്ട ഷൈൻ 100ൽ തന്നിട്ടുള്ളത്. നമുക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യാനും സുഖകരമായിട്ട് നമ്മുടെ കാല് വെക്കാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഫൂട്ട് റെസ്റ്റ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഡിസൈനിനോട് വളരെയേറെ ചേർന്ന് നിൽക്കുന്ന ഒരു സൈലൻസർ തന്നെയാണ് ഹോണ്ട ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സിൽവർ ഫിനിഷിങ്ങിനോട് കൂടിയിട്ടുള്ള സൈലൻസർ കവർ, അത് നമ്മുടെ വളരെയധികം ഭംഗി ഈ വാഹനത്തിന് എടുത്തു നൽകുന്ന ഒരു ഘടകമാണ് ആയിട്ട്. പിന്നീട് ഈ വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ ഒതുക്കമുള്ളൊരു വാഹനമാണ്. നമുക്ക് ഏതൊരു ചെറിയ റൂട്ടിലൂടെയും ഏത് ഒരു ചെറിയ ടേണിംഗ് റേഡിയസിൽ നമുക്ക് ഈ വാഹനം തിരിക്കാൻ പറ്റും. അതിന് പറ്റിയ ഒരു ഡിസൈനിലാണ് ഹോണ്ട ഈ വാഹനം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അത് ഏത് ചെറിയ റൂട്ടിലൂടെയും അതുപോലെ ഏത് കാടും മലയും കുന്നും അതുപോലെ തന്നെ ഏതൊരു മോശം റോഡിലൂടെയും വാഹനം ഹാൻഡിൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഷൈൻ 100 എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഹോണ്ട സേഫ്റ്റിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതിന് ഒരു പ്രധാന ഉദാഹരണമാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന കോംബി ബ്രേക്കിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ അടുത്തൊരു സേഫ്റ്റി ഫീച്ചറാണ് ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ്. നമ്മൾ ഒരിക്കലും സൈഡ് സ്റ്റാൻഡ് കൊണ്ട് ഒരു അപകടവും കസ്റ്റമർക്ക് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഹോണ്ട ഈ വാഹനത്തിൽ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് ഹോണ്ട ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നീട് അതിൻ്റെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സാരി ഗാർഡ് വളരെ നല്ല മനോഹരമായ ഒരു ഡിസൈനിൽ നമുക്ക് ലേഡീസൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കാല് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാരി ഗാർഡ് ഡിസൈനാണ് ഹോണ്ട ഷൈൻ 100ൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി വാഹനത്തിൻ്റെ അടുത്ത അട്രാക്ഷൻ എന്ന് പറയുന്നത് ടെയിൽ ലാമ്പ് വളരെ മനോഹരമായിട്ടാണ് ഹോണ്ട ഷൈനിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു പുതിയ ഡിസൈനാണ് എന്ന് തന്നെ പറയാം. പിന്നീട് നമ്മൾ എടുത്തു പറയാൻ വിട്ടുപോയ ഒരു ഘടകവും കൂടെ ഇതിലുണ്ട്. അതാണ് അതിൻ്റെ ഗ്രാബ് റെയിൽ എന്ന് പറയുന്നത്. ബാക്കിൽ നമുക്ക് എന്ത് സാധനങ്ങൾ ഹോൾഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ബാക്കിലിരിക്കുന്ന ആൾക്ക് ഒന്ന് പിടിച്ചിരിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഗ്രാബ് റെയിൽ. വളരെയധികം ഭംഗിയുള്ള അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള നല്ല ബലമുള്ള ഒരു ഗ്രാബ് റെയിലാണ് ഹോണ്ട ഷൈനിൽ തന്നിട്ടുള്ളത്. എങ്ങനെ നോക്കിയാലും ഏതൊരു സാധാരണക്കാരനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്ന വിലയ്ക്ക് അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന EMIയിൽ ഇറക്കാൻ സാധിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഷൈൻ 100. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ബ്രൗഷേഴ്സ് കിട്ടും, അതുപോലെ തന്നെ ഡീലേഴ്സിനെ കിട്ടും, അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനാൻസ് ഓപ്ഷൻ എല്ലാ കാര്യങ്ങളും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്.